ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഞാൻ ഒരു സവാള മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ വേവിച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 സ്പൂണ് കടലപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വലിയ സ്പൂണിലെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഏകദേശം 1 സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് മല്ലിയില ഞാൻ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ ചിക്കൻ ഉപ്പിട്ട് കൊടുത്തതെങ്കിലും ഈ കടലമാവൊക്കെ ചേർക്കുമ്പോൾ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചിക്കൻ വേവിച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം. ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നു. ഒരു സ്പൂണ് കൊണ്ട് കുറച്ചായി കോരിയിട്ടിട്ട് നമുക്ക് ഒരു ഭാഗം കുറച്ച് മൊരിഞ്ഞതിന് ശേഷം മറുഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കോരി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇടയ്ക്ക് ചിക്കനൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. അധികം എരിവ് വേണ്ടവർക്ക് അധികം ഇടാം. എന്നാലും ഇതിൽ പച്ചമുളകും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ആവശ്യത്തിന് എരിവുണ്ട്. പിന്നെ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഞാനിത് ആയ ശേഷം കോരി എടുത്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ടെടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. നമ്മളെ വീട്ടിൽ എപ്പോഴെങ്കിലും ചിക്കൻ വാങ്ങുന്ന സമയത്തും അതുപോലെ ബാക്കിയുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ക്രിസ്പിയാണ് അരിപ്പൊടി ചേർത്തതുകൊണ്ട്. ഇപ്പോൾ ഞാൻ അടുത്ത സെറ്റും കൂടി ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. അധികം എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കോരി ഞാനൊരു ബട്ടർ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്ത സെറ്റും കൂടി ഇതുപോലെ നമുക്ക് ചുട്ട് എടുക്കാം. നമ്മളെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക് യു.